അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോതമംഗലത്ത് വയോധിക മരിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിൽ താമസിക്കുന്ന 73-കാരിയാണ് മരിച്ചത്. ആശുപത്രി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഏതാനും മാസം മുൻപ് 2 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നെങ്കിലും ചികിത്സയിലൂടെ സുഖപ്പെട്ടിരുന്നു. ഈ മാസം 6-നാണ് വയോധികയിൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. 8-ന് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചു. അന്ന് തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗാവസ്ഥയിൽ കാര്യമായ വ്യത്യാസം കാണാതെ വന്നപ്പോൾ 3 ദിവസം കഴിഞ്ഞ് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ വയോധിക കൃഷിയിടങ്ങളിലെ പണിക്കും പോകാറുണ്ടായിരുന്നു. ഇവർക്കൊപ്പം തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന 20ഓളം പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗലക്ഷണമില്ല. മരിച്ചയാളുടെ വീടിന് സമീപത്തെ 80ഓളം വീടുകൾ സന്ദർശിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ വിവരം ശേഖരിച്ചിരുന്നു. കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. ചെറുവട്ടൂർ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച അവലോകന യോഗം ചേർന്ന് രോഗപ്രതിരോധ നടപടി ഊർജിതമാക്കാൻ തീരുമാനിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടി ബുധനാഴ്ച 11:30-ന് ആയക്കാടുള്ള തൃക്കാരിയൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടത്തുവാനും തീരുമാനിച്ചു. അതേസമയം എറണാകുളം ജില്ലയിൽ ആദ്യ അമീബിക് മസ്തിഷ്ക ജ്വര മരണത്തെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിൽ. എറണാകുളം സ്വദേശിനിയായ 73-കാരിയാണ് മരിച്ചത്. ജില്ലയിൽ മുമ്പ് 2 തവണ മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അവർ സുഖം പ്രാപിച്ചിരുന്നു. സംസ്ഥാനത്ത് ഈ മാസം 19 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2026-ൽ ഇതുവരെ സംസ്ഥാനത്ത് 115 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 28 മരണങ്ങളും ഈ വർഷം രേഖപ്പെടുത്തി. വെള്ളക്കെട്ടുകളിലും ജലാശയങ്ങളിലുമാണ് ഇവയുടെ സാന്നിധ്യമുള്ളത്. രോഗം തടയുന്നതിന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, റിസോർട്ടുകൾ, നീന്തൽ പരിശോധന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെ നീന്തൽക്കുളങ്ങളിൽ ക്ലോറിൻ ലെവൽ പരിശോധിക്കും.